ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്ലീബാ പെരുന്നാളിന് ശേഷം 6-ാം ഞായർ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഓർമ്മ ദിനം. സാർവത്രിക സഭ മിഷൻ ഞായറായി കൊണ്ടാടുന്ന ദിനം. ഇന്നത്തെ സ്തോത്രകാഴ്ചയും സംഭാവനകളും തിരുസഭയുടെ പ്രേക്ഷിത ദൗത്യത്തിനായി ശേഖരിക്കപ്പെടുന്നവയാണ്. ഇന്നത്തെ സുവിശേഷ വിചിന്തനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. ശിഷ്യഗണത്തിന് യേശു പ്രേക്ഷിത ദൗത്യം പരമേൽപ്പിക്കുന്നതാണ് സുവിശേഷ ഭാഗം. എമ്മാവു ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൻ്റെ തുടർച്ചയാണിത്. വിശ്വസിക്കുന്നവർ ദർശിക്കുന്നത് ഉത്ഥിതനായ യേശുവിൻ്റെ മൗക്തീകൃത രൂപമാണ്. ഉത്ഥിതനായ യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അനുഭവിച്ചറിഞ്ഞ മഗ്ദലേന മറിയത്തിൻ്റെയും പുരുഷന്മാരായ ഏതാനും ശിഷ്യന്മാരുടെ സാക്ഷ്യവും സ്വീകരിക്കാതിരുന്ന മറ്റു ശിഷ്യന്മാരും ഉണ്ടായിരുന്നു എന്നത് ശിഷ്യർക്കിടയിലും വിശ്വാസരാഹിത്യമോ എന്ന ചോദ്യം ഉയർത്തുന്നു. അവരെയും അവർ വിശ്വസിച്ചില്ല എന്ന സുവിശേഷ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷ വായന. യേശുവിനെ വിശ്വസ്തതാപൂർവം പിൻചെന്ന് യേശുവിൻ്റെ കുരിശുമരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷികളായവരാണ് 11 ശിഷ്യന്മാർ. ഭക്ഷണം വിശപ്പടക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് സ്നേഹബന്ധത്തെയും പരസ്പര കടമയെയും സൂചിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ മുൻപിൽ ഭക്ഷണം കഴിക്കുന്ന ഇസ്രായേൽക്കാർ വിശുദ്ധ ഭക്ഷണത്തിലൂടെ ദൈവവുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നു. ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതും ഉടമ്പടികൾ അരക്കിട്ടുറപ്പിക്കുന്നതും സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുന്നതുമായ വേദിയാണ് ഭക്ഷണമേശ. യേശു സാന്നിധ്യമുള്ള ഭക്ഷണമേശ വിശുദ്ധ കൂട്ടായ്മയുടെ പ്രകാശനമാണ്, വിശുദ്ധ സമ്മേളനമാണ്. അത് വിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. യുഗാന്ത്യത്തിൽ യാവേ എല്ലാ ജനതകൾക്കും വേണ്ടി സിയോനിൽ ഒരു വിരുന്നൊരുക്കുമെന്ന് യെശയ്യാ പ്രവചിക്കുന്നുണ്ട്. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഉത്ഥിതനായ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉത്ഥിതനായ യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അനുഭവിക്കുന്ന ദൈവരാജ്യ വിരുന്നാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലെ സമാധാന ആശംസ ഉത്ഥിതനായ യേശുവിൻ്റെ
പ്രത്യക്ഷീകരണത്തിൻ്റെ സൂചനയാണ്. മർക്കോസിൻ്റെ വിവരണമനുസരിച്ച് ഉയർപ്പ് ഞായറാഴ്ച വൈകുന്നേരമാണ് യേശു 11 ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന വിരുന്ന് നടക്കുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റെന്ന വാർത്ത കേട്ടിട്ടും വിശ്വസിക്കാത്തവരും യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന സാധ്യത പോലും തള്ളിക്കളഞ്ഞവരും ശിഷ്യർക്കിടയിലുണ്ടായിരുന്നു എന്നത് വേദനാജനകമാണ്. ഉത്ഥിതനായ യേശു വൈകിയ വേളയിലും ഇത്തരക്കാരെ തേടിയെത്തി. ഉത്ഥിതനായ യേശുവിനെ നേരിട്ട് കണ്ട് കേട്ട് അനുഭവിച്ചവർ, നൽകിയ സാക്ഷ്യവും സ്വീകരിക്കാതിരുന്നവർ ശിഷ്യർക്കിടയിലുണ്ടായിരുന്നു. കണ്ട് കേട്ട് സ്പർശിച്ച് രുചിച്ചറിഞ്ഞ വിശ്വാസത്തെ പ്രഘോഷിക്കേണ്ട അപ്പോസ്തോല പ്രേക്ഷിതരാണ് ശിഷ്യർ. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർക്ക് ആവശ്യമായിരിക്കുന്നത് അപ്പസ്തോലിക വിശ്വാസ സാക്ഷ്യമാണ്. ആയതിനാലാണ് വളരെ വൈകിയും 11 ശിഷ്യരുടെ ഭക്ഷണമേശയിലെ കൂട്ടായ്മയിൽ ഉത്ഥിതനായ യേശു പ്രത്യക്ഷരായി വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത്. മിഷൻ പ്രവർത്തനത്തിന്, പ്രേക്ഷിത പ്രവർത്തനത്തിന് ആവശ്യം ശക്തമായ വിശ്വാസമാണ്, ക്രിസ്താനുഭവമാണ്, കൂട്ടായ്മയുടെ പിൻബലമാണ്. യേശു 2 കാര്യങ്ങളിൽ പേരെടുത്തു പറയാതെ ശിഷ്യരെ കുറ്റപ്പെടുത്തി. ഒന്ന്, വിശ്വാസരാഹിത്യം. കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച് അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും എന്തിനേറെ ക്രിസ്തു സംഭവത്തിനു തന്നെയും സാക്ഷികളായി സാധാരണ ജനങ്ങളുടെ ക്രിസ്താനുഭവ സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും വിശ്വസിക്കാതിരുന്ന ശിഷ്യരുടെ വിശ്വാസരാഹിത്യത്തെ യേശു കുറ്റപ്പെടുത്തി. 2, ഹൃദയ കാഠിന്യം. ഹൃദയം എന്ന വാക്ക് ബൈബിളിൽ 850 തവണ വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹൃദയം കഠിനമാക്കുക എന്ന പദപ്രയോഗം മനുഷ്യനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറയാൻ ബൈബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഫറവോയുടെയും ഈജിപ്തുകാരുടെയും ഹൃദയം കഠിനമാക്കിയ പുറപ്പാട് സംഭവം മനുഷ്യൻ്റെ സ്വാർത്ഥതയ്ക്ക് ദൈവം നൽകുന്ന ശിക്ഷയാണ്. ചിലയിടങ്ങളിൽ ഹൃദയം കഠിനമാക്കൽ. സ്വാർത്ഥ ഹൃദയർക്ക് സമർപ്പിതരോ പ്രേക്ഷിതരോ ആയിരിക്കുക സാധ്യമല്ല. അവർ ഹൃദയം കഠിനമാക്കും. ഹൃദയം കഠിനമാക്കൽ ദൈവഹിതത്തിനും സ്വർഗത്തിൻ്റെ അഭിലാഷങ്ങൾക്കും വഴങ്ങാത്ത മനുഷ്യൻ്റെ ദുർവൃത്തിയുടെ അനന്തരഫലമാണ്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്നതിനർത്ഥം നിങ്ങൾ ദൈവത്തിനും ദൈവഹിതത്തിനും പുറംതിരിഞ്ഞു നിൽക്കരുത് എന്നാണ്. മനുഷ്യനിലെ സമ്മിശ്ര വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഹൃദയം മനുഷ്യജീവിതത്തിലെ ആന്തരിക ശക്തി കേന്ദ്രമാണ്. യേശു സാന്നിധ്യത്തിലും സാമീപ്യത്തിലും ഹൃദയം ജ്വലിപ്പിക്കേണ്ടവർ ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കിയവരുടെ സാന്നിധ്യവും ഇടപെടലും പ്രേക്ഷിത ഭൂമിയെ എന്നും വരണ്ട ഭൂമിയായി നിലനിർത്തും. ഹൃദയവും ശരീരവും കൊണ്ട് ദൈവത്തിന് ആനന്ദഗാനമാലപിക്കുന്നവരുടെ സമൂഹമാണ് പ്രേക്ഷിത വയലേലകളിലെ ഉണർത്തുപാട്ട് അഥവാ ശക്തി കേന്ദ്രം. പാപജീവിതവും കൂട്ടായ്മ ജീവിതത്തിൻ്റെ അഭാവവും സ്വാർത്ഥ ലക്ഷ്യങ്ങളും വിശ്വാസരാഹിത്യവും ശിഷ്യരുടെ ഹൃദയങ്ങളെ കഠിനമാക്കും. പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ശിഷ്യഹൃദയങ്ങളെ ജ്വലിപ്പിക്കും. യേശു സാന്നിധ്യവും സാമീപ്യവും നൽകുന്ന ക്രിസ്താനുഭവം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതും പ്രേക്ഷിത ആഹ്വാനം സ്വീകരിക്കുവാൻ നമ്മെ സജ്ജരാക്കുന്നതും മിഷൻ പ്രവർത്തനങ്ങളിൽ നമ്മെ പ്രവർത്തന നിരതരാക്കുന്നതുമാണ്.
നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവീൻ എന്ന പ്രേക്ഷിത ആഹ്വാനം ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ ക്രിസ്തു ശിഷ്യർക്കും ഉള്ളതാണ്. സമ്പത്തും സമയവും ആരോഗ്യവും നമുക്ക് ചുറ്റിനുമുള്ള പ്രേക്ഷിത ഭൂമിയിൽ വ്യയം ചെയ്ത് യേശുവിൻ്റെ സാക്ഷികളും ശിഷ്യരുമാകാനുള്ളതാണ് ദൈവദാനമായ ക്രൈസ്തവ ജീവിതം. നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നത് നാം യേശുവിൻ്റെ പ്രേക്ഷിതരാകുമ്പോഴാണ്. പ്രേക്ഷിത യാത്രയും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാ ക്രൈസ്തവരിലും നിക്ഷിപ്തമായിരിക്കുന്ന ക്രൈസ്തവോന്മുഖ കൽപ്പനയാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസമാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ ഉണർവ് ലോകാവസാനം വരെ പ്രേക്ഷിതയായ തിരുസഭയോടൊത്തുള്ള മിഷൻ പ്രവർത്തനമാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. വിശ്വാസരാഹിത്യവും ഹൃദയ കാഠിന്യവും പ്രേക്ഷിത ഭൂമിയിൽ ഇറങ്ങാത്ത യേശു ശിഷ്യരെ, ക്രൈസ്തവ കുടുംബങ്ങളെ, ഇടവകകളെ, സമർപ്പിതരെ, എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്ന ജീവിത ദുരന്തമാണ്. അത് ക്രൈസ്തവ പീഡനമായോ, വിജനമായ ദേവാലയങ്ങളായോ, സ്ഥാപനവൽക്കരിക്കപ്പെട്ട സഭയായോ, പ്രാർത്ഥിക്കാത്ത ഭവനങ്ങളായോ, മക്കളില്ലാത്ത കുടുംബങ്ങളായോ, അധാർമികതയ്ക്ക് വേണ്ടിയുള്ള മുറവിളിയായോ നമ്മുടെ സ്വൈര്യം കെടുത്തി എന്ന് വരാം. വിശ്വാസരാഹിത്യത്തിൻ്റെയും ഹൃദയകാഠിന്യത്തിൻ്റെയും നടുവിലേക്ക് പ്രേക്ഷിത യാത്ര നടത്തുന്ന യേശു നൽകുന്ന പ്രത്യാശ വീണ്ടെടുക്കേണ്ട സമയമാണിത്. ഇനിയും വൈകരുത് എന്ന ചിന്ത കൂടി ഉത്തിതനായ യേശുവിൻ്റെ പ്രേക്ഷിത ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട്. ഹാബന്ത എന്ന ശക്തമായ ഗ്രീക്ക് പദം യേശു ശിഷ്യർ അഥവാ ക്രൈസ്തവർ നിർവഹിക്കേണ്ടുന്ന പ്രേക്ഷിത ദൗത്യത്തിൻ്റെ സാർവത്രികമാനം വെളിപ്പെടുത്തുന്നു. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവീൻ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സുവിശേഷം എത്തണമെന്ന യേശുഹിതം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് ചുറ്റിലും ഭാരതത്തിലും സുവിശേഷ പ്രഘോഷണവും നവസുവിശേഷവൽക്കരണവും സാധ്യമാക്കേണ്ടതായിട്ടുണ്ട്. സുവിശേഷ ദൗത്യവുമായി ലോകത്തിലെങ്ങും പ്രേക്ഷിത യാത്ര ചെയ്യുന്ന ക്രിസ്തു ശിഷ്യൻ തനിക്കു തന്നെയും തനിക്ക് ചുറ്റിനുമുള്ളവർക്കും സ്വർഗത്തിൻ്റെ അനുഗ്രഹമാണ്, തിരുസഭയുടെ ആത്മീയ ഉണർത്തുപാട്ടാണ്. ഉത്തിതൻ്റെ ശിഷ്യസമൂഹമായ സഭയിലേക്ക് പ്രവേശിക്കലാണ് ജ്ഞാനസ്നാനം. പിതൃപുത്ര പരിശുദ്ധാത്മ കൂട്ടായ്മയിലേക്കുള്ള ക്ഷണമാണ് ജ്ഞാനസ്നാനം. പഴയ നിയമ ക്ഷാളന കർമ്മങ്ങളിൽ നിന്ന് സ്നാപയോഹന്നാൻ പരികർമ്മം ചെയ്ത അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനത്തിലേക്കും ജീവജലത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാ ക്രിസ്തീയ മാമോദീസായിലേക്കും കൈവയ്പ് ശുശ്രൂഷയിലൂടെ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാ അഭിഷേകത്തിലേക്കുമുള്ള പരിണാമം വിശുദ്ധ ബൈബിളിൽ കാണാം. ഉത്തിതനായ യേശു ശിഷ്യരെ ഫലമേൽപ്പിച്ച ദൗത്യമാണ് മാമോദീസ. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് തിരുസഭയിൽ അംഗമാകുന്ന തിരുക്കർമ്മമാണിത്. അനുതാപത്തിൻ്റെ ജലസ്നാനം സ്നാപകനിൽ ആരംഭിച്ച് സ്നാപകനിൽ അവസാനിച്ചു. ജീവജലത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവിലുള്ള ക്രിസ്തീയ മാമോദീസ പരികർമ്മം ചെയ്യാനുള്ള ദൗത്യം യേശു ശിഷ്യരെ ചുമതലപ്പെടുത്തി. മുതിർന്നവരുടെ സ്നാനവും ശിശുക്കളുടെ സ്നാനവും ആദിമസഭയിൽ നിലനിന്നിരുന്നു. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്ന യേശു ആഹ്വാനം ക്രൈസ്തവ കുടുംബങ്ങൾ ജന്മമെടുക്കുന്നതിന് മുൻപ് മുതിർന്നവരുടെ സ്നാനത്തിനായി ഉള്ള ആഹ്വാനമാണ്. അടയാളങ്ങൾ
സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കുന്നു. അതിഭൗതികവും അസ്വാഭാവികവുമായ സംഭവങ്ങൾ ദൈവ ആവിഷ്കരണത്തിൻ്റെ അടയാളങ്ങളാണ്. പ്രളയാനന്തര മഴവില്ലും പരിച്ഛേദന കർമ്മവും ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. റോമാക്കാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 11-ാം തിരുവചനം: വിജാതിയർ ദൈവത്തെ അറിഞ്ഞത് പ്രാപഞ്ചിക അടയാളങ്ങളിലൂടെയാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. അടയാളങ്ങളിൽ നിന്ന് ദൈവ തിരുമനസ്സറിയുന്ന പതിവ് ഇസ്രയേലിയരുടെ ഇടയിലുണ്ടായിരുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിയപ്പെട്ട ഉണ്ണിയേശു ആട്ടിടയർക്ക് അടയാളമായിരുന്നു. അത്ഭുതങ്ങൾ യേശുവിൻ്റെ ദൈവപുത്രത്വത്തെയും ദൈവിക അധികാരത്തെയും വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. ആദിമ ക്രൈസ്തവർ യേശുവിൻ്റെ 2ാം ആഗമനത്തിൽ ദൃശ്യമാകുന്ന വലിയ അടയാളങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വഴിയാണ് പരിശുദ്ധാത്മാവ് സാക്ഷ്യം നൽകിയത്. അടയാളങ്ങൾ അന്വേഷിക്കുന്ന തലമുറയെ യേശു പരിഹസിക്കുന്നുണ്ട്. പ്രേക്ഷിത ശുശ്രൂഷയിലെ അടയാളങ്ങൾ സമീപസ്ഥമായ ദൈവരാജ്യത്തെയും പ്രേക്ഷിതരിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക അധികാരത്തെയും വിജാതിയർക്കുള്ള വിശ്വാസ ക്ഷണവുമാണ് സൂചിപ്പിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. അടയാളങ്ങളും പ്രതീകങ്ങളും വിഗ്രഹങ്ങളല്ല, ദൈവവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഉപാധികളാണ്. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. ശിഷ്യന്മാരുടെ ഭാഷാവരത്തെക്കുറിച്ച് സുവിശേഷത്തിലുള്ള ഏക പരാമർശം ഈ സുവിശേഷ ഭാഗത്താണ്. പരിശുദ്ധാത്മാവാണ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നയിക്കുന്നത്. സഭാ കൂട്ടായ്മയുടെ ചാലകശക്തി. ബാബേലിൽ പരസ്പരം മനസ്സിലാക്കാനാവാത്ത വിധം പല ഭാഷകളാൽ മനുഷ്യർ ഭിന്നിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രേക്ഷിത ശുശ്രൂഷയിൽ പെന്തക്കോസ്താ ദിനത്തിൽ എന്നവണ്ണം വിവിധ ഭാഷകളാൽ നൽകപ്പെടുന്ന ഏക സുവിശേഷം വഴി ക്രിസ്തു ശിഷ്യർ ഒന്നിക്കുന്നു. ജനം വിവിധ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നത് പരിശുദ്ധാത്മവർഷത്തെ സൂചിപ്പിക്കുന്നതും ലോക വൈവിധ്യത്തിൽ നിർവഹിക്കപ്പെടുന്ന ഏക പ്രേക്ഷിത ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നതുമാണ്. യേശുവിൻ്റെ ജീവിതത്തിലും പെന്തക്കോസ്താ ദിനത്തിലും സമരിയായിലും കൊർന്നേലിയൂസിൻ്റെ ഭവനത്തിലും നടന്ന പരിശുദ്ധാത്മവർഷത്തിന് പ്രേക്ഷിത പ്രമുഖനായ പത്രോസ് സാക്ഷിയായിരുന്നു. വിവിധ ഭാഷകൾ മനുഷ്യൻ്റെ ഭൗമിക ഭാഷകളോ മാലാഖമാരുടെ സ്വർഗീയ ഭാഷയോ ആകാം. പുതിയ ഭാഷ മാലാഖമാരുടെ സ്തുതിപ്പ് കലർന്ന സ്വർഗീയ ആരാധനയായ ഭൗമിക സഭയിലെ സംഗീതമാകാം. വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചവർ കൂട്ടിച്ചേർക്കപ്പെട്ടത് രക്ഷിതരുടെ സമൂഹമായ തിരുസഭയിലേക്കും ആരാധനാ ജീവിതത്തിലേക്കുമാണ്. മഹാനായ ഗ്രിഗറി പറയുന്നത്, വൈദികർ തങ്ങളുടെ പ്രബോധനാധികാരത്തിലൂടെ സഭയുടെ സത്യപ്രബോധനം നൽകുക വഴി ജനഹൃദയങ്ങളിൽ നിന്ന് തിന്മയെ ഉന്മൂലനം ചെയ്യുകയാണ്. ഇപ്രകാരം സത്യവിശ്വാസ പഠിപ്പിക്കലിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രേക്ഷിതർ സർപ്പങ്ങളെ കയ്യിലെടുക്കുന്നു, അതവരെ ഉപദ്രവിക്കുന്നില്ല. വിശുദ്ധനായ അഗസ്റ്റിൻ പറയുന്നത്, വിശുദ്ധ ബൈബിൾ ശരിയാം വിധം പഠിക്കുന്നവർ പാഷണ്ഡതകൾ നിറഞ്ഞ വിഷലിപ്തമായ പുസ്തകങ്ങൾ വായിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്താൽ പോലും അവർക്ക് അത് ഉപദ്രവമാകുന്നില്ല എന്നാണ്. വിഷദ്രാവകങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നത് പാഷാണ്ഡതകളിൽ നിന്നുള്ള സംരക്ഷണം എന്നതുപോലെ തന്നെ യേശു ശിഷ്യർ ക്രൂര മൃഗങ്ങളുടെ ഇടയിലേക്ക് തള്ളിയിടപ്പെട്ടും നിർബന്ധപൂർവം വിഷം കുടിപ്പിച്ചും
മതപീഡന സാഹചര്യത്തിന് വിധേയമാകുമ്പോൾ ലഭ്യമാകുന്ന ദൈവിക സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവ് ആന്തരിക വിശുദ്ധിയുടെ അടയാളമാണെങ്കിലും ആന്തരിക വിശുദ്ധി എപ്പോഴും അത്ഭുത പ്രവർത്തന സിദ്ധി നൽകണമെന്നില്ല എന്ന് മഹാനായ വിശുദ്ധ ഗ്രിഗറി പറയുന്നു. ദൈവവചനത്താൽ ജ്വലിക്കുന്ന ഹൃദയം പ്രേക്ഷിത വേലയ്ക്കായി ചലിക്കുന്ന പാദങ്ങൾ നമുക്ക് നൽകും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ പാദങ്ങളെ ഉത്തിതനായ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നതിന് സന്തോഷത്തോടെ മാറ്റിവെക്കാം. ക്രൈസ്തവരായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളാം. ഈ സത്യവിശ്വാസത്തിന് നന്മകളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. ഉണർവുള്ള ഒരു പ്രേക്ഷിത സഭയായി തിരുസഭയെ നിലനിർത്തുന്നതിന് നമുക്ക് നമ്മെ തന്നെ നൽകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമീൻ.